എഴുന്നേക്ക് മോളെ, സ്കൂളിൽ പോണ്ടതല്ലേ? നേരെ ഒരുപാടായി. എഴുന്നേക്കടി. നല്ലൊരു സ്വപ്നം കൊണ്ട് കിടക്കായിരുന്നു. അപ്പോഴാ ഒരു ഓ പിന്നെ 9 മണിക്കല്ലേ സ്വപ്നം കാണല്? 10 മിനിറ്റ് കൂടി കിടന്നാ ബാക്കിയും കൂടി അങ്ങനെ ഇപ്പൊ കാണണ്ട. എന്താ മോള് കണ്ട സ്വപ്നം? റാണിയും ഞാനും ടീച്ചർ ലിയോ ഫെർണാണ്ടസും കണ്ടു തീരുന്നതിന് മുമ്പ് എന്നെ ഉണർത്തിയില്ലേ? എന്ന് നിനക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടാവും. ഒരിക്കലും കണ്ടു തീർക്കേയില്ല. ഇതാ പോയി പല്ലിയേക്ക്. വെള്ളം ചൂടായി കിടപ്പുണ്ട്. ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, കുളിച്ചിട്ട് വാ. അത് ഞാൻ ഇന്നലെ കുളിച്ചു. ഇന്നലെ എപ്പോ? കൈതോന്നിയും പയറുപൊടിയൊക്കെ തേച്ച് കുളിപ്പിച്ചത് ഓർമ്മയില്ലേ? അത് മിനിഞ്ഞാന്ന്. ഓ, ഇന്നലെ മേലെ കഴുകി. അത് എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് വേണം. ബാംഗ്ലൂരിലായാലെന്ത് പട്ടിക്കാട്ടിലായാലെന്ത് നായയുടെ പാല് പഴയതുപോലെ തന്നെ. മാധവൻ നായരുടെ ഒടുവിലത്തെ കളഞ്ഞാ മതി. അപ്പൊ നായ്ക്കൊരു പേരുവാവും. ഇനി ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നതിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയും. അവൻ 2 പെട പഠിക്കുമ്പോ മോങ്ങിക്കൊണ്ടിങ്ങ് പോരും. ഓ പിന്നെ അമ്മയുടെ മുമ്പിൽ അച്ഛൻ നിൽക്കുന്നില്ലേ, എയർ ഇന്ത്യയുടെ സിമ്പൽ പോലെ? ദേ ഇങ്ങനെ മേ ഐ ഹെൽപ് യു സർ. അതിനേക്കാളും വളഞ്ഞു നിൽക്കും എന്റെ മുമ്പിൽ. ഓ പിന്നെ നമുക്ക് കാണാം. എന്തായത്? നാളത്തേക്ക് പേസ്റ്റ് ഇപ്പോഴേ നിറച്ചു വെച്ചിരിക്കുകയാണോ? പല്ല് വെച്ചില്ലേ ഭദ്രേ? അയ്യോ, മറന്നുപോയി. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം അല്ലേ? ചെക്കന്മാർ ഇവിടെ കാണുമ്പോഴേ ഓടിക്കൊള്ളും. ഓ പിന്നെ എന്റെ വായിന്റെ അടുക്കല്ലേ ചെക്കന്മാരുടെ മൂക്ക്. ഒരപ്പത് ആർക്കും പറ്റും. മതി, ബ്രഷ് ചെയ്തിട്ട് പോയാ മതി. யார் வண்டி தெரியாது. யாரு வண்டியாரு തന്നെ? ഡോക്ടർ മാധവനോட വണ്ടിയാക്കും. ഈശ്വരാധീനം പരിചയമുള്ള വണ്ടി തന്നെ മുന്നിൽ. எங்களை கூட கொண்டு போங்க, போற வழியில இறங்கிக்கிறேன். குழந்தைக்கு ஸ்கூல் போறதுக்கு நேராச்சு. போட்டும், யாரு சொன்ன வேண்டான்னு. ஒரு யானைக்கு மதப்பாடு கண்டு நம்ம சொல்லியாச்சு. உடனே போயிலே குழப்பமாகும். சிகிச்சை கொடுக்க வேண்டாமா? நேரம் போச்சுன்னா தலைக்க முடியாது. 1 hour ஆச்சு, பஸ்ஸே இல்ல. டோர் தர கார்ல எங்களை ஏற்றின்னு சொல்லி அப்பா ஒன்னும் சொல்ல மாட்டேன். டோர் துறமா. டே ராமா ஏறா. எங்க போறடா நீ? முன்னாடி உட்காருப்பா. எதுக்கு இவ்வளவு தூரம் போய் படிக்கிறது? മാധവന് ഇപ്പോഴത്തെ ഫാഷനയുടെ ആളാക്കുമോ? എനിക്കുള്ള സിലബസ് ഇവിടെ ഇല്ല. കേട്ടിയ രാമ, ഡാക്ടർ മകൾ சொன்னது. நம்ம നാട്ടിലെ அந்த സ്കൂൾ ഇല്ല. കളക്ടർ നമ്മ ജാതിയാക്കും. എന്നാ പ്രയോജനം? നിർത്ത് 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 നിർത്തയ്യ. 500 വാങ്ങിട്ട് വാടാ. കാലയിൽ 2 ഗ്ലാസ് പോട്ടതല്ലയാ, ഇനിയും വേണമാ? അതെല്ലാം ആദ്യമായി പോച്ചടാ. ആന മതവളെ നിക്കുക, മുമ്പൊരു പാപ്പാനൊക്കെ ഒന്ന് ആനയാ. പാര്, എനക്ക് മതം പൊട്ടാമേ ഇരിക്കണമെങ്കിൽ കൊണ്ടുവാടാ. അറിവ് കേട്ടാ ഉണ്ടാവും. ഒന്നും പുരിയാ. എക്സ്ക്യൂസ് മീ. നോക്കി പേടിപ്പിക്കാടാ. ആനയെ തിളയ്ക്കാൻ പോണു, പിന്നെയാണ് നിന്നെ. അല്ലെങ്കിൽ വേണ്ട. രാമക്കണ്ണ നീശല്ലേ കാശ് കുർറ. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഒരു പൊരുൾ വാങ്ങാനുണ്ട്. രാമ, ക്രിസ്ത്യൻ മാപ്പിളை 500. ശീഘ്രം വന്നിട്ട്. നീ പച്ചക്കൊരു റഫറി വേണമല്ലേ? ராமா, காசு இங்க கொடு, நானே போறேன். நம்ம டாக்டரை குட்டிக்கு பிடிக்கல. രാമ, ശാസ്ത്രികളെ വിടരുത്, പോയാ വൈകും. എന്നടാ சொன்னே? നിന്റെ യാനക്ക് എത്രയാണ് കൊമ്പ്? ആനയ്ക്ക് എത്രയാ കൊമ്പ്? 2. അவ்வளவுதானா? അതിനെ തളയ്ക്കാൻ ഇവൻ പോതും. രാമ, നീ ചെല്ല്, കാശ് കൊട്. ചെലയാ, ഇനി ഞാൻ പറഞ്ഞിട്ട് കാറ് നിർത്തിയാൽ മതി. ശരിங்க.
ഹലോ കുറച്ച് പൂതാ മീറ്ററിന് എത്ര വില? ഇത് പൂജയ്ക്കുള്ള പൂവ്, ഞാൻ പൂവിക്കര ചെട്ടിച്ചൊന്നും അല്ലേ. ആസപ്പെട്ട് കേട്ടതല്ലവാ. പൈസ പൈസ ഇരുന്ന് തുള്ളുതെന്നാ വെളിയില് ധർമ്മപ്പെട്ടി ഇരിക്ക്, അതിലേ പോട്ടിട്. இந்த வேஷத்துல கொள்ளம். என்னடா என்னடா பிரச்சனை சொல்லுடா. அந்த பொண்ணு ஹிந்து அல்லே. அது உனக்கு எப்படி தெரியும்? அந்த பொண்ணை பார்த்தா யாருக்கு தான் தெரியாது. அவங்க வேதக்கார பள்ளிக்கூடத்தியாக்கம் படிக்கிறது. அங்க யாருக்கும் படிக்கலாமே. நம்ம செல்லைய நாடார் இல்லவா டிரைவர். அவர் ராவத்தர் கடையில இருந்து மட்டம் வாங்கி வண்டியில் ஏறும்போது அந்த அக்கா பின்னாடி உட்கார்ந்து இருந்தது என் கண்ணால நான் பார்த்தேன். ஏய் நில்லுங்க, நீங்க ஹிந்துவா? அஹிந்துக்கள் யாரும் உள்ள வரக்கூடாது. வெளியில போர்டு பார்க்கலையா? எனக்கு தமிழ் வாய்க்க தெரியாது. சீக்கிரமா வெளியே போயிடு, யாரும் பார்க்க வேண்டாம். பெரிய லெவலே நடந்துடும். அல்ல ஹிந்துവിനെ தெரியாൻ വിദ്യ எப்படி? മലയാളത്തിൽ ചൊല്ലിയാ പോതും, എനിക്ക് தெரியும். അല്ല ഹിന്ദുവിനെ എങ്ങനെ അറിയുംന്ന്? ഉങ്ങള് മട്ട സാപ്പിടുന്നില്ലയാ? ഹിന്ദുക്കള് മാംസം കഴിക്കില്ലേ? നെറ്റിയില് കുറി ഇരിക്കുമേ. കുറി ഇല്ലെങ്കിൽ ഹിന്ദു അല്ല എന്നാണോ? இந்த വേഷം பார்த்தாலே தெரியும் நீங்க. ഓ, വേഷം കൊണ്ടാണോ ഹിന്ദുവിനെ തിരിച്ചറിയുന്നത്? പുറത്ത് അസിംഗமான സ്റ്റാച്ചുവെ നീ പാത്തിട്ടിരുന്നത് എൻ കണ്ണാലെ ഞാൻ പാത്തേ. അസിംഗമാൻ സ്റ്റാച്ചുവോ? അതെന്താ അത്? ഒരു പൊണ്ണ് നിക്കരുത്. ഛേ, നാങ്ക யாரும் അത് பார்க்க മാട്ടേ. പിന്നെ എന്തിനാ അത് അമ്പലത്തിൽ വെച്ചിരിക്കുന്നത്? ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് കാണാനോ? ഓ, അതുകൊണ്ടാ ഞാൻ ഹിന്ദു അല്ലാതായത്. നീങ്ക ഹിന്ദു അല്ല, വെളിയെ പോയിട്. ഞാൻ മാധവൻ നായരുടെ മകളാ. ഡോക്ടർ മാധവൻ നായർ ഹിന്ദു ആണെങ്കിൽ ഡോക്ടർ മാധവൻ നായർ കല്യാശ്ശേരി ബംഗ്ലാവിലെ. സോറി. ആരുടെയായിരുന്നു ഞാൻ കേട്ട പാട്ട്? മച്ചാന്റെ. അവരെ கோயில் பாட்டு நல்லா இருக்கா? அந்த ஆளுக்கு ஒரே நிர்பந்தம், இப்பதான் கல்யாணம் முடிக்கணும்னு. சின்ன வயசுல குழந்தைகளை இடுப்பிலேற்றி நடக்குதுக்கு எனக்கு முடியாது. படிப்பு முடியட்டும்னு சொல்லி தள்ளி தள்ளி கொண்டு போயிட்டே இருக்கிறேன். அதுதானே நல்லது. ஏய் நில்லுங்க, அங்கே நில்லுங்க. എന്താടി? தலை உஞ்சி நில்லுங்க. എതുക്ക്? நில்லுங்க. ഓടി കഴുതേ. ഞാൻ കണ്ടു. കരിങ്കണ്ണ് പെടാതിരിக்கிறதுக்கு. ആരാ ഇപ്പൊ കണ്ണറിഞ്ഞത്? நீங்க ശാസ്ത്രികളെ പാക്കുന്നത് കണ്ടപ്പോ ഏതാവത് ഞാൻ ഭയന്നിട്ടേ. എനിക്കിഷ്ടപ്പെട്ടത് ആ പാട്ടാണ്. എവിടെയോ കേട്ടുമറന്ന ശബ്ദം പോലെ.